മണ്ണെണ്ണയുടെയും LPG-യുടെയും വിതരണം ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ജനങ്ങൾ പരിഭ്രാന്തരായി പാചകവാതക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യരുതെന്നും രാജ്യത്തെവിടെയും പാചകവാതക ക്ഷാമമില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യത്തെ പാചകവാതക വിതരണം സുരക്ഷിതമാണെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പ്രതിദിനം 50 ലക്ഷം സിലിണ്ടറുകളാണ് രാജ്യത്ത് വിതരണം ചെയ്യുന്നത്. നിലവിൽ വിതരണ ശൃംഖലയിൽ എവിടെയും സിലിണ്ടർ തീർന്നുപോയ അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകാൻ കേന്ദ്രം നിർദ്ദേശിച്ചു. ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന പേടി കാരണം ജനങ്ങൾ അമിതമായി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ ഗ്യാസ് ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരങ്ങളിൽ ഇത് 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ്. For urban consumers, yes, the booking days is 25 days, cycle. And for rural consumers, since yesterday night, it has been increased. Now the booking is possible after 45 days. ഓരോ പാദത്തിലും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 1 ലക്ഷം കിലോലിറ്റർ മണ്ണെണ്ണയ്ക്ക് പുറമെ 48,000 കിലോലിറ്റർ കൂടി ഉടൻ വിതരണം ചെയ്യാൻ മന്ത്രാലയം ഉത്തരവിറക്കി. മണ്ണെണ്ണയുടെയും LPG-യുടെയും വിതരണം ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചു. Every quarter we are making an allocation of almost 1 lakh kiloliter. Today the order has been released and another 48,000 kiloliter of kerosene will be released to the state governments. And here again the role of the state government is very crucial in terms of identification of the beneficiaries and also the distribution. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോഴും ഭാരതം ആത്മവിശ്വാസത്തിലാണ്. ലോകത്തെ 4ാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണ ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ കരുത്ത് പെട്രോൾ ഡീസൽ ലഭ്യതയിൽ വലിയ തുണയാകും. ജനം, ഡൽഹി.